ഉണ്ടാക്കുന്നത് ഒരു ഇറ്റാലിയൻ ഡെസേർട്ടായ തിരാമിസു പുഡിംഗ് ആണ്. അതിന് ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, നമുക്ക് ഏത് ബ്രാൻഡിൽ വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റ്. പിന്നെ വേണ്ടത് നമുക്ക് മസ്കർപോൺ ചീസാണ്. അത് ഞാനൊരു 500 ഗ്രാമിൻ്റെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി. അത് ഞാൻ ബ്രൂവിൻ്റെ കോഫിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 4 ടീസ്പൂൺ ബ്രൂ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അത് ഈ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്കിട്ട് ഒന്ന് ചൂടാറാൻ വെക്കണം. പിന്നെ വേണ്ടത് വനില പൗഡറാണിത്. വനില എസൻസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. 1.5 ടീസ്പൂൺ വനില പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഞാൻ. പിന്നെ വേണ്ടത് പൊടിച്ച പഞ്ചസാര 1 കപ്പ്, ഒരു എഗ് യോക്ക് 5 എണ്ണം, വിപ്പിംഗ് ക്രീം ഒരു 500 ml ഒരു പാക്കറ്റ്, പിന്നെ കൊക്കോ പൗഡർ ഫൈൻ ഡാർക്ക് തന്നെ വാങ്ങിക്കണം കൊക്കോ പൗഡർ. ആദ്യം നമുക്ക് കോഫി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു 4 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് ഇൻസ്റ്റൻറ്റ് കോഫി ഇട്ട് നമുക്കത് ചൂടാറാൻ വെക്കാം. പിന്നെ വേണ്ടത് എഗ് യോക്ക് നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിന് ഈ എഗ് യോക്ക് നമുക്കൊരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എഗ് യോക്ക് ഇട്ടുള്ള പാത്രം വെച്ചിട്ട് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ 1 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതിലിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഇപ്പം നല്ല തിക്കായിരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ല തിക്കായിരിക്കും. ഇതിങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ലൂസായി വരും. അപ്പോൾ നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പൊടിക്കാത്ത പഞ്ചസാര ഒരു 10 മിനിറ്റുകളൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് പൊടിച്ച പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. 10 മിനിറ്റൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ ഒന്ന് മെൽറ്റായി, പഞ്ചസാരയൊക്കെ മെൽറ്റായി എഗ്ഗൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം. നമുക്കൊന്ന് തണുപ്പിക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കണം. അപ്പോൾ കുറച്ച് തിക്കായിട്ടാവും ഉണ്ടാവുക. പിന്നെ മാസ്കർപോൺ ചീസ് ഞാനൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ്. അതൊന്ന് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീം 500 ml വിപ്പിംഗ് ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വാനില പൗഡർ അത് 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് എസൻസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ അതൊരു 1.5 ടീസ്പൂൺ എസൻസ് ചേർത്താൽ മതിയാവും. അതല്ല നിങ്ങൾ വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് എഗ് വൈറ്റ് ചേർക്കണം എന്നുണ്ടെങ്കിൽ മാറ്റി വെച്ച എഗ്ഗിൻ്റെ ഒരു 5 എഗ്ഗിൻ്റെ വൈറ്റ് ഉണ്ടല്ലോ, അതൊരു നുള്ളുപ്പിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. പക്ഷേ ഇതേപോലെ തന്നെ നല്ല തിക്കിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം, എന്നാലും നമ്മുടെ പുഡിങ് നല്ല കറക്റ്റ് സെറ്റായി കിട്ടുള്ളൂ. അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇതിപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല കറക്റ്റ് തിക്കിൽ ഇതേപോലെ ആക്കിയെടുക്കണം. നമ്മൾ എഗ് വൈറ്റ് ആണെങ്കിലും ഇതുപോലെ നല്ല തിക്കാക്കി തന്നെ എടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മുടെ എഗ്ഗ് യെല്ലോ യോക്ക് നമ്മളിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് കൂളായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ മാസ്കർപോൺ ചീസ് ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിക്കാം. രണ്ടും കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ രണ്ടും കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം, അത് എഗ് വൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എഗ് വൈറ്റ് എടുക്കാം കേട്ടോ. എഗ് വൈറ്റ് യൂസ് ചെയ്യാം. ഇതുപോലെ തിക്കാക്കി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ പതുക്കെ ഒന്ന് ചെറിയതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് യോജിപ്പിക്കാം. എല്ലാം കൂടി നന്നായി യോജിപ്പിക്കാം. അപ്പോൾ കുറേശ്ശെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാൻ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൂടി ഇതിലേക്ക് ഇട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് യോജിപ്പിച്ചൊന്ന് റെഡിയാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ആ ബിസ്ക്കറ്റിന് ഇതുപോലത്തെ 2 പാക്കറ്റാണ് അതിൻ്റെ ഉള്ളിലുണ്ടാവുക. ആ പാക്കറ്റിൻ്റെ ഉള്ളിൽ അതിന് ഈ ബിസ്ക്കറ്റ് ഇതുപോലെ ഇതിൻ്റെ മോൾവശം, ഇതാണ് മോൾവശം.
അപ്പോൾ ഇത് നമുക്കൊരു കോഫിയിൽ മുക്കിയിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പാത്രത്തിലേക്ക്, നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് നിരത്തി വെക്കാം. നിങ്ങളിപ്പോൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. അടിയിൽ ബിസ്ക്കറ്റ് വെച്ച് ക്രീം ഒഴിച്ച് അതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റ് വെച്ച് അങ്ങനെ സെറ്റാക്കി എടുക്കാം. നമുക്ക് ഏത് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ പക്ഷേ കോഫിയിൽ ഇങ്ങനെ മുക്കി വെക്കരുത്, എടുത്ത് ഡിപ്പ് ചെയ്ത് അപ്പം തന്നെ എടുക്കണം. മുക്കി വെച്ചത് പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞു പോകും ബിസ്ക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് ഡിപ്പ് ചെയ്യുക, എടുക്കുക. നമ്മളിത് ഏത് പാത്രത്തിലാണെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് നിരത്തി വയ്ക്കുക. ഇതുപോലെ ഞാൻ പാത്രത്തിൽ ഫുള്ള് നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച ക്രീമില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ പകുതി നമുക്ക് ഒഴിക്കാം. പകുതി ഒഴിച്ചിട്ട് നമുക്ക് എല്ലാ വശത്തേക്കും നല്ലോണം ഒന്ന് നിരത്തി കൊടുക്കാം. കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് പകുതിയോളം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ സൈഡിലേക്കും നമുക്ക് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ബിസ്ക്കറ്റ് വീണ്ടും കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് നിരത്താം. ചെറിയ ഗ്ലാസ്സിലൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സോടുകൂടി തന്നെ അങ്ങനെ കൊടുക്കാം. നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അത് ബാക്കിയുള്ള ക്രീമും കൂടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് നിരത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇതൊരു 8 മണിക്കൂറെങ്കിലും നമ്മളിത് മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കണത്. അതിന് ശേഷം കട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ക്രീം പെട്ടെന്ന് മെൽറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് സെറ്റായി കിട്ടണമെങ്കിൽ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ തിരാമിസുന്ന് ഇതേ ഒരു പേപ്പർ കട്ടിങ് വെച്ചിട്ട് അങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അതല്ല വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കൊക്കോ പൗഡർ ഇട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ തിരാമിസുന്ന് ഇതേ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിട്ട് കൊക്കോ പൗഡർ ഇട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലേക്ക് ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഫോർക്കും നൈഫൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണും ഫോർക്കൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഏത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ചെയ്യണമെങ്കിൽ പ്ലെയിൻ ആയിട്ടും ചെയ്യാം. ഇപ്പോൾ ഞാനിങ്ങനെ ആ പേപ്പർ കട്ടിങ് ഒന്ന് ചെറുതായിട്ടൊന്ന് അടർത്തിയെടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ട് അടർത്തിയെടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പൊടി വീണ് പോകും. നമ്മുടെ തിരാമിസു പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ചെയ്യാനും നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനും. ഇത് ഞാനിപ്പോൾ ഒരു 2 ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്തതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.